പാലപ്പിള്ളിയിൽ സെപ്റ്റിക് ടാങ്കിൽ വീണ കാട്ടാന ചരിഞ്ഞു. വീഴ്ചയിൽ തലക്കേറ്റ പരിക്കും ആന്തരിക അവയവങ്ങൾക്കേറ്റ ക്ഷതവുമാണ് ആന ചരിയാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കൃത്യമായി ശ്വാസം കിട്ടാത്ത അവസ്ഥയും ആനയ്ക്കുണ്ടായിരുന്നതായി ഡോക്ടർ പറഞ്ഞു. ഏകദേശം 5 വയസ്സുള്ള കൊമ്പനാണ് കുഴിയിൽ വീണത്. വനം വകുപ്പിലെ ഡോക്ടർ OB മിഥുൻ എത്തി നടത്തിയ പരിശോധനയിലാണ് ആന ചരിഞ്ഞതായി സ്ഥിരീകരിച്ചത്. കരിങ്കൽ കെട്ടിയ ഇടുങ്ങിയ കുഴിയിൽ വീണ ആനയെ രക്ഷപ്പെടുത്താൻ 4 മണിക്കൂറോളമായി ശ്രമം നടന്നിരുന്നു. ആനയുടെ പിൻകാലുകൾ ചെളിയിൽ താഴ്ന്നുപോയ നിലയിലായിരുന്നു. വ്യാഴാഴ്ച രാവിലെ 8 മണിയോടെയാണ് ആന സ്വകാര്യ വ്യക്തിയുടെ ഉപയോഗശൂന്യമായ സെപ്റ്റിക് ടാങ്കിൽ വീണ നിലയിൽ ടാപ്പിംഗ് തൊഴിലാളികൾ കണ്ടത്. കുഴിയുടെ മുകളിലേക്ക് തലയും തുമ്പിക്കൈയും ഉയർത്തിയിരുന്ന ആന പിന്നീട് അവശ നിലയിലാവുകയായിരുന്നു. മണ്ണുമാന്തി യന്ത്രം എത്തിച്ച് കുഴിയിലെ കല്ലും മണ്ണും ചെളിയും നീക്കി തുടങ്ങിയപ്പോഴേക്കും ആന തുമ്പിക്കൈയും കാലുകളും അനക്കുന്നുണ്ടായിരുന്നു. പിൻകാലുകൾ മണ്ണിൽ നിന്ന് ഉയർത്തി ആന സ്വയം എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അനക്കമില്ലാതെയായത്. പിന്നീട് ഡോക്ടർ എത്തി പരിശോധിച്ചപ്പോഴാണ് ആന ചരിഞ്ഞതായി സ്ഥിരീകരിച്ചത്. ആനയെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പാലപ്പിള്ളി വനാതിർത്തിയിൽ സംസ്കരിക്കും. ചാലക്കുടി DFO വെങ്കടേശ്വർ, പാലപ്പിള്ളി റേഞ്ച് ഓഫീസർ രതീഷ്, വരന്തരപ്പള്ളി പഞ്ചായത്ത് അധികൃതർ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. പുലർച്ചെ മുതൽ എലിക്കോട് പ്രദേശത്ത് കാട്ടാനക്കൂട്ടം ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു. ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ആനയാണ് കുഴിയിൽ വീണതെന്ന് കരുതുന്നു. ആന കുഴിയിൽ അകപ്പെട്ട ശേഷം തൊട്ടടുത്തുള്ള റബ്ബർ തോട്ടത്തിൽ ആനക്കൂട്ടം നിലയുറപ്പിച്ചിരുന്നു. ഒരു 8:30 സമയത്തിൽ നമുക്ക് ഈ റെസ്ക്യൂ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഓൾഡ് സെപ്റ്റിക് ടാങ്കിൽ വീണിട്ടുള്ളതിനാൽ നമ്മൾ ഈ സ്ലോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് റെസ്ക്യൂ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. 11:30 സമയത്തിൽ ഇത് മറിച്ചിട്ടുണ്ട്. ഡോക്ടർ വന്നും കൺഫേം പ്രിലിമിനറി ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പോസ്റ്റ്മോർട്ടം ചെയ്താൽ മാത്രമേ നമുക്ക് അറിയാവൂ. നമ്മൾ ഇപ്പോൾ നോക്കുമ്പോൾ വീഴുന്നതിനാൽ ഇഞ്ചുറി ആയിട്ടും സഫക്കേഷനാൽ മറിച്ചിട്ടുണ്ടായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഫുൾ ഡീറ്റെയിൽ പോസ്റ്റ്മോർട്ടം ശേഷം നമുക്ക് അറിയാമോ.